ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു നല്ല മഴയുള്ള ദിവസമായിരുന്നു. എഴുന്നേക്കാൻ കുറച്ച് മടി ഉണ്ടായിരുന്നു എങ്കിലും എഴുന്നേക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. കാശിക്ക് ക്ലാസ്സിൽ പോകണം. രാവിലത്തേക്ക് ഗോതമ്പ് ദോശയും കപ്പയും വെക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് കുറച്ച് പയറും വെക്കുന്നുണ്ട് കേട്ടോ. കാശിക്ക് ക്ലാസ്സിൽ കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ പയറ് മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കഴിക്കുമെന്ന് അറിയില്ല. നമ്മൾ വാരി കൊടുക്കുകയാണെങ്കിൽ അവൻ പയറൊക്കെ കൂട്ടി കഴിച്ചോളും. ഇത് തനിയെ കഴിക്കണമല്ലോ, അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ പയറിലേക്ക് കുറച്ച് സവാളയും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിക്കാൻ വെച്ചിട്ടോ. കപ്പയ്ക്കെല്ലാം അമ്മ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ നമ്മുടെ ഗോതമ്പ് ദോശയ്ക്ക് മാവ് കലക്കുമ്പോൾ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിടും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ദോശ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ചായക്ക് വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കുകയാണ്. കാശിക്കുള്ളതിന് മാത്രം കേട്ടോ നെയ്യ് വരട്ടണം. ബാക്കി എല്ലാത്തിലും മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ടിട്ടാണ് എടുക്കുന്നത്. പുറത്ത് നല്ല മഴ തകൃതിയായിട്ട് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞു. കാശിക്ക് 7:50 കേട്ടോ സ്കൂൾ ബസ്. പക്ഷേ ഞങ്ങൾ സ്കൂൾ ബസ്സിന് വിടുന്നില്ല, കാരണം അടുത്തതിനുള്ള സ്കൂളാണ്. 9 മണിക്കാണ് ക്ലാസ് തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് അത്ര നേരത്തെ വിടേണ്ട കാര്യമില്ല. അപ്പോൾ സ്കൂൾ ബസ് വൺ സൈഡായി. തിരിച്ച് വരുമ്പോൾ കാശി സ്കൂൾ ബസ്സിന് വരും. പോകുമ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി ആക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പയർ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പയറിൽ പച്ചമുളക് ഇടാതെ കേട്ടോ വേവിച്ചത്, കാരണം കാശിക്ക് കൊടുത്തു വിടാനായതുകൊണ്ട് ഞാൻ അധികം എരിവില്ലാതെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ കപ്പ വേവിക്കാൻ വെച്ചു. ഇപ്പം എൻ്റെ ചായ ആയിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് നേരം ഞാൻ ചായ കുടിച്ചിരിക്കും. അത് കഴിഞ്ഞ് കാശിനെ റെഡിയാക്കി കഴിഞ്ഞ് ഞാനും റെഡിയായി വന്നിട്ടാണ് കാശിക്കുള്ള സ്നാക്സ് ആക്കണത്. സ്നാക്സ് ഇന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴം കുറച്ച് നെയ്യിൽ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. പഴം മധുരമില്ലാത്ത പഴമായിരുന്നു, അതുകൊണ്ടാണ്. നല്ല മധുരമുള്ള പഴമാണെങ്കിൽ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനെക്കാട്ടും കൂടുതൽ പണിയാണ് കേട്ടോ ഇവരെ റെഡിയാക്കി സ്കൂളിൽ വിടാന്നുള്ളത്.